പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് സെപ്റ്റംബർ മാസം 6-ാം തീയതി ശനിയാഴ്ച. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം മുഴുവനും ഏറ്റവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് വ്യാപരിക്കാം. 8 നോമ്പിൻ്റെ 6-ാം ദിവസം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിൽക്കാം. ഇന്നത്തെ എല്ലാ പ്രവർത്തന മേഖലകളിലും അവിടുത്തെ സംരക്ഷണം കൂടെ ഉണ്ടാകട്ടെ. ലൂക്കാസ് സുവിശേഷം 21-ാം അധ്യായം 2-ാം വചനം ധ്യാനിക്കാം. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പുത്തുട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. ഈശോ നേർച്ചയിടുന്നതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നേർച്ചയിടുന്നവൻ്റെ മനസ്സ് കാണുന്നവനാണ് കർത്താവ്. നേർച്ചയിടുക എന്നാൽ നന്ദി പറയുക എന്നും കൂടിയാണല്ലോ അർത്ഥം. നമ്മുടെ ദൃഷ്ടിയിൽ ദരിദ്രയുടെ ചെമ്പുതുട്ടുകൾ വളരെ ചെറുതാണ്, പക്ഷേ അവൾക്ക് അത് വളരെ വലുതാണ്. കർത്താവിനും ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നവരാണ് നാം എല്ലാവരും. ഓരോന്ന് ചെയ്യുമ്പോഴും നമുക്ക് ഒരു സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ കർത്താവിന് അത് സന്തോഷമായിട്ടുണ്ടാകുമോ എന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്തിന് ആനുപാതികമായി കൊടുക്കാൻ നാം തയ്യാറായാലേ അവിടുത്തെ മുഖത്ത് സന്തോഷം വരികയുള്ളൂ. ആ സന്തോഷം നമുക്ക് ഐശ്വര്യമായി മാറുകയും ചെയ്യും. കർത്താവേ, അങ്ങയുടെ മനസ്സ് നിറയുന്ന വിധത്തിൽ നന്മകൾ ചെയ്ത് ജീവിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.